അതെ, തേടിയ വള്ളി കാല് ചുറ്റി എന്നൊക്കെ പറഞ്ഞൊരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു മർസൂക്കി പായസക്കട എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ വിളമ്പുന്ന പായസം പോലെ തന്നെ സ്വീറ്റാണ് കേട്ടോ ഇത് വിളമ്പുന്ന ആളും. ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആളൊന്ന് ഷൈ ആയെങ്കിലും പിന്നെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കഥകൾ പറഞ്ഞ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി കേട്ടോ. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ എപ്പോൾ പായസം ഉണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബോളിയാണ് കേട്ടോ. എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തന്നെ പറയും ഈ ഒരു പായസവും ബോളിയും. സത്യം പറഞ്ഞാൽ ഞാൻ ബോളി തപ്പി നടക്കാത്ത കടകളില്ല ബാംഗ്ലൂരിൽ. ഇനിയിപ്പോൾ ഒരു ബോളിയും പായസമൊക്കെ കഴിക്കാനായിട്ട് നാട്ടിൽ വന്നൊരു കല്യാണം കൂടേണ്ട അവസ്ഥയാണ്. ഇത്തവണ നാട്ടിലെത്തുമ്പോൾ ഞാൻ ആദ്യം അമ്മയോട് ചോദിച്ചു, അമ്മയെ വല്ല കല്യാണം ഉണ്ടെന്നാണ്. എന്താണെങ്കിലും കല്യാണങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി കല്യാണം ഒന്നുമില്ലെന്ന് പറഞ്ഞതോടുകൂടി ആ ഒരു പ്രതീക്ഷയും തീർന്നു. ബാംഗ്ലൂരിലൊന്ന് തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ബോളിയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ പായസം വെച്ച് കഴിയുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ബോധോദയം വരുന്നത് ബോളിയും കൂട്ടി കഴിക്കണമെന്ന്. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴൊന്നും ബോളി കിട്ടില്ലെന്ന് മാത്രം. പിന്നെ ഇവിടെ ബാംഗ്ലൂരിലെ ബോളി ആണെങ്കിൽ അകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഒബട്ടുന്ന രീതിയിലാണ് വരുന്നത്. അതാണെങ്കിൽ ഒട്ടും സുഖവും കിട്ടി. അങ്ങനെ പായസവും പാഴ്സലാക്കിയത് നമ്മൾ വീട്ടിലെത്തി. പാൽ പായസവും കടലപ്രഥമനുമാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒട്ടും കുറവ് വരണ്ടെന്ന് വിചാരിച്ച് ഒന്നല്ല 2 ബോളി പാക്കറ്റും വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ വീട്ടിലെത്തിയെല്ലാം വിളമ്പാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അപ്പൂപ്പനും ഗേതിനും കൂടെ വാക്കിങ്ങിന് പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ക്ഷമയിലായിരുന്നു കേട്ടോ അവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ. എന്താണെങ്കിലും ഒരെണ്ണം കഴിച്ചതിന് ശേഷം അവർ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ബോളിയും പായസവും എല്ലാം കൂടെ കഴിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, നല്ല കടലപ്രഥമനും പൂവൻ പഴവും പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ട് ലഡുവും പാൽ പായസവും. ശരിക്കും പറഞ്ഞാൽ ലഡു അങ്ങോട്ട് പൊടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പാൽ പായസം ഒഴിച്ചൊരു പിടി പിടിക്കണം. പിന്നെ ഷുഗറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുന്നു.